ചില സിനിമകളുണ്ട് അത് നമുക്ക് തുടക്കം കാണുമ്പോൾ തന്നെ നമുക്കത് കണക്റ്റായിട്ട് നമ്മളൊരു ബ്യൂട്ടിഫുൾ സിനിമയാണല്ലോ കാണുന്നതുള്ളൊരു ഫീൽ ഉള്ളിൽ കിട്ടി. ആ ഫീലുമായിട്ട് ആ സിനിമ അങ്ങ് കണ്ടു തീർക്കും. അത്തരത്തെ സിനിമ തരുന്ന സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ മാത്രമല്ല ആ ദിവസം മൊത്തം നമുക്ക് മനോഹരമാവും എന്നുള്ളതാണ്. ഈ സിനിമ ഈ സിനിമ കണ്ടു കഴിഞ്ഞ സമയത്ത് നല്ല മഴയാണ്. ഈ മഴ സമയത്ത് സാധാരണ ബൈക്കിലേക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് മഴ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും ബൈക്കിലേക്ക് പോകും. പക്ഷേ ഇന്ന് ആ മഴ മൊത്തം ഞാൻ നനഞ്ഞു എന്നുള്ളതാണ്. സിനിമ കാണുക അനുഭവിക്കുക എന്നതിലുപരി സിനിമ കഴിയുമ്പോൾ സിനിമ വിട്ടിട്ട് നമ്മളെക്കുറിച്ച് തന്നെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ മിസ് ചെയ്തത്, നമ്മൾ നേടിയത്, നമ്മളെന്താണ്, നമ്മുടെ ഹാപ്പിനെസ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ മൈൻഡിൽ അലയടിച്ച് വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് തന്നിട്ടുള്ള ഒരു ഒരു സിനിമയാണ്. സിനിമയെന്ന് പോലും ഞാൻ പറയുന്നില്ല. അത് ഇതൊക്കെ എങ്ങനെയാണ് എഴുതി ഉണ്ടാക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ റിയലൈസ് ചെയ്തിരിക്കും. ഇത് 3 മണിക്കൂർ ലെങ്ത് ഉള്ള ഒരു സിനിമയാണ്. നിങ്ങൾക്ക് OTT വരുമ്പോഴൊന്നും ഇത് നിങ്ങൾക്ക് കാണാൻ പോലും തോന്നില്ല. 3 മണിക്കൂർ വൈകാക്കി ഇത് കൊണ്ടങ്ങ് തള്ളും. കണ്ടാൽ തന്നെ ചിലപ്പോൾ ലാഗ് അടിക്കുകയും ചെയ്യും. പക്ഷേ ഇതിൽ ഈ പടം കഴിഞ്ഞ് 1.5 മണിക്കൂറായപ്പോഴേ അടുപ്പിച്ചായപ്പോഴാണ് ഇൻ്റർവെൽ വരുന്നത്. ഞാനപ്പോൾ ആലോചിക്കണേ 1.5 മണിക്കൂറായാൽ ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കണേന്ന്. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് കാർത്തി കുറച്ച് നേരം മറ്റേ പാട്ട മുപ്പാട്ട കുറേ യുദ്ധ പരിപാടിയൊക്കെ പറയാം. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് നമ്മളത് പറയണം. ആ സമയത്തൊരു ലാഗ് അടിച്ച്, പക്ഷേ അതിനും പിന്നീട് ഒരു റിലവൻസ് വരുന്നുണ്ട് സിനിമയ്ക്ക്. അപ്പം ഓക്കെയാണ്. അതത്രയും ഒഴിച്ചു ചേർത്തി കഴിഞ്ഞാൽ ഈ സിനിമ എന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് കണ്ണ് നനയിപ്പിച്ചിട്ടുണ്ട്. ഇതിലെ ഫസ്റ്റ് ഹാഫിലെ കാർത്തിയുടെ ആ ഒരു സാധനം കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെയാണ് കണ്ടേ, ഞാൻ ഇങ്ങനെ അല്ലേടെ എന്ന്. അപ്പോൾ എനിക്കിത് എങ്ങനെ ഇത് എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഇതൊരു വല്ലാത്തൊരു ഒരു സാധനമായിപ്പോയി ഈ തന്നതെന്ന് പറഞ്ഞാൽ. ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന ആളാണ്. ഇപ്പോൾ അവിടെ നിന്ന് 30 കിലോമീറ്ററോളം മാറി ഞാനും വൈഫും സിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. അച്ഛനും അമ്മയുടെ കാലം കഴിഞ്ഞപ്പോഴേക്കും വീടങ്ങ് ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ ഇത്രയും ദൂരം കൊച്ചിൻ്റെ വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ട് വൈഫിൻ്റെ വീട്ടിലാണ് അവരൊക്കെ സെറ്റിലായിരിക്കുന്നത്. പക്ഷേ 2 ദിവസത്തിൽ കൂടുതൽ എനിക്ക് കണ്ടിന്യൂസ് പിടിച്ചിരിക്കാൻ പറ്റില്ല. എൻ്റെ വീട് ഒറ്റപ്പെട്ട് കിടക്കണം, അതിനകത്ത് പാമ്പ് കയറി കാണോ, അതാണോ ഇതാണോ ഇതൊന്നും പറഞ്ഞ് ഭയങ്കര ടെൻഷൻ അടിച്ച് ഒരു കാര്യമില്ലാതെ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നിട്ട് ഞാനിവിടെ വന്ന് കിടന്ന് സമാധാനമായിട്ട് ഉറങ്ങുക എന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അതുപോലെ ശനിയാഴ്ചകളിൽ മുടങ്ങാതെ ടർഫിൽ കളി വെക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഭയങ്കര സച്ചിൻ ടെണ്ടുൽക്കർ ആയതൊന്നും അല്ല. അവിടെ എൻ്റെ കൂടെ എൻ്റെ കണ്ണുമുമ്പിൽ ജനിച്ചു വളർന്ന എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സമയം എനിക്ക് അത്രയും അമൂല്യമാണ്. കൂടെ ഉള്ളവരൊക്കെ ചോദിക്കും അവന് പ്രാന്താണ് ഇവിടെ വാടകയ്ക്ക് വീടെടുത്ത് സെറ്റിലായപ്പോലെ ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തൊക്കെ നല്ല ജോബ് നോക്കി പൊയ്ക്കൂടെ എന്ന്. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഫാക്റ്റാണ്. പക്ഷേ എനിക്ക് ഉറപ്പാണ് എൻ്റെ ശരീരം മാത്രമേ അവിടെ പോകുള്ളൂ. എൻ്റെ മനസ്സിപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത്രയേറെ എനിക്ക് എന്നിൽ കണക്ട് ചെയ്ത് കാണാൻ പറ്റി എന്നുള്ള ഒരു സംഗതിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എന്നെ ഈ സിനിമയിലേക്ക് അത്രയും ഇഷ്ടപ്പെടുത്തിയത്. ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ പടത്തിൽ നിന്ന് വിട്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇങ്ങനെ ആലോചിച്ച് ഇരുന്നത്. ഈ സിനിമയെക്കുറിച്ച് ഞാൻ എന്തോ പറയാനിട. ഇതിൽ ഇന്ന സീനിൽ ഇന്ന ആളുടെ പെർഫോമൻസ് സൂപ്പറായിരുന്നു ഇങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ഇതിൽ ആരുടെ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ പറയും. എല്ലാവരും ഇതിൽ ചെറിയ റോൾ ചെയ്ത പയ്യന്മാരുടെ റോൾ ചെയ്ത അവരുൾപ്പെടെ എന്തൊരു പെർഫോമൻസ്, എന്തൊരു ലൈഫടെ. ഗോവിന്ദ് വസന്ത എന്തിനിടെ ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു സീനുണ്ട്, ഒരു കൊലുസിട്ട് കൊടുക്കുന്ന, ഒരു പെങ്കൊച്ചിന് കൊലുസിട്ട് കൊടുക്കുന്ന ഒരു സീനെ. അത് അവർ തമ്മിലുള്ള അത്രയ്ക്ക് ഇമോഷണൽ കണക്ഷനൊന്നും അങ്ങനെ ഭയങ്കര സീനുകളൊന്നും അതിന് മുമ്പേ കാണിച്ചിട്ടൊന്നുമില്ല. അതും മാത്രമല്ല സിനിമയുടെ മർമ്മപ്രധാനമായിട്ടുള്ള സമയത്തൊന്നും അല്ല, ക്ലൈമാക്സിലൊന്നും ഇത് വരുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ ഇരുന്ന് കണ്ണങ്ങ് നിറയാണ്. പ്രേംകുമാർ ഡയറക്ടർ, ഇദ്ദേഹത്തിൻ്റെ 96 ഞാൻ OTT വന്നതിന് ശേഷമാണ് കണ്ടത്. അത് തിയേറ്ററിൽ പോയി കാണാത്തിൽ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്ത ഒരാളാണ് ജയ്. അതിൽ നമുക്ക് പ്രണയത്തിൻ്റെ ആ ഒരു ഫീൽ അത്രയും കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൽ അടയും താണ്ടി പുനിതമാണത്. പ്രണയമല്ല, വേറെ ഒരു സാധനമാണ് ഇതിനകത്തുള്ളത്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും വെച്ച് പഴയ ആരെങ്കിലും കാണുമ്പോഴേക്കും പേരറിഞ്ഞൂടായിരിക്കും. അവർ വന്നിട്ട് ഭയങ്കര സംസാരിച്ച് പോകുമ്പം എവിടെ പേര് ചോദിക്കാൻ നമുക്കൊരു ചളിപ്പ് കാണും. ആരാണ് മനസ്സിലായില്ല എന്ന് പറയാൻ ചളിപ്പ് കാണും. അപ്പോൾ അത് നമ്മൾ കാണിക്കാതെ ഓക്കേടാ സൂപ്പർ എന്നുകൊണ്ട് ചുമ്മാ അങ്ങ് അഭിനയിക്കും. ഇത് ആരാണെന്ന് മനസ്സിലായിരിക്കും. എന്നിട്ട് അടുത്തേക്ക് കൊണ്ട് ചോദിക്കുന്നത് ആരുടെ ഇതെന്ന്. ഈ ഒരു ത്രെഡ് എടുത്ത് വെച്ചിട്ട് ഒരു സിനിമ ആ സിനിമയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ഒരു അന്യായ സാധനമാണ് പ്രേം ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. പടത്തിൽ ഒരു പേരറിയാൻ വേണ്ടി നമ്മളും ഈ കഥാപാത്രത്തിനൊപ്പം സഞ്ചരിക്കും. പക്ഷേ ആ പേര് നമ്മൾ ഓൾറെഡി നമുക്ക് രജിസ്റ്റർ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും. എന്നാൽ നമ്മൾ ആ റൂട്ടിലേക്ക് ചിന്തിക്കത്തേയില്ല. അതാണ് ഇതിൻ്റെ അടുത്തൊരു ബ്രില്യൻസ് എന്ന് പറയുന്നത്. ഇതിൽ ടെക്നിക്കലി ആണെങ്കിലും ഇതിൽ പലയിടത്ത് CG എന്ന് താഴെ എഴുതി കാണിക്കുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ദൈവമേ ഇത് CG ആയിരുന്നോ നീ ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ടെക്നിക്കലി ആണെങ്കിലും സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും ഡയറക്ഷൻ വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഇത് അസാധ്യമായിട്ടുള്ള ഒരു സാധനം എന്ന് തന്നെ പറയപ്പെട്ടു. ഇപ്പോൾ ചില സിനിമ കാണുമ്പോൾ നമുക്ക് ആ കഥാ പശ്ചാത്തലം അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും. പക്ഷേ അതിലെ കഥാപാത്രങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുക എന്നുള്ളത് അപൂർവങ്ങളായിട്ടുള്ള സാധനമാണ്. അത് നല്ല ഒരു ഡയറക്ഷൻ ഇല്ലാതെ അത് വരില്ല.
അത് വന്നിട്ടുണ്ട്, അത് സംഭവിച്ചിട്ടുണ്ട്. ഈ സിനിമ ഈ 3 മണിക്കൂർ ലെങ്ത് ഉണ്ടെങ്കിലും ഇനി കുറേ നേരം കൂടി അവരിങ്ങനെ കണ്ടോണ്ടിരിക്കണോ നമ്മൾ ആഗ്രഹിച്ചു പോകുന്നിടത്താണ് സിനിമ തീരുന്നത്. ഇപ്പോൾ ഫീൽ ഗുഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നോർമലി ഫീൽ ഗുഡ് സിനിമക്ക് ഒരു കാഴ്ചപ്പാട് ഉണ്ടാവുമല്ലോ, ക്ലൈമാക്സിലൊരു നന്മ. അതേ സാധനമേ അല്ല. ഇതെന്താണ് എനിക്ക് തന്നിട്ടുള്ളതെന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്ത് തരാൻ പറ്റത്തില്ലടാ. അമ്മാതിരി ഒരു സാധനമാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു സാധനം ഇങ്ങനെ കിട്ടും ആ സിനിമയ്ക്കകത്ത്. ഇത് പടം കഴിഞ്ഞിട്ട് വന്ന സമയത്ത് വണ്ടിയിൽ നട റോഡിൽ കൂടി ഞാൻ പതുക്കെ ആണ് ഓടിച്ച് വന്നത്. അപ്പോൾ ഒരുത്ത എന്തരടയെന്ന് പറഞ്ഞിട്ട് തള്ളക്കി വിളിച്ചിട്ട് പോകുന്നുണ്ട്, ഇപ്പോൾ പതുക്കെ ഓട്ടിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അവരുടെ അടുത്ത് നോക്കി ചിരിക്കാനേ തോന്നി. ചുറ്റും കാണുന്ന എല്ലാ ആൾക്കാരെയും ഭയങ്കര സൗന്ദര്യമായിട്ട് സുന്ദരന്മാരായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എല്ലായിടത്തും ഒരു ചിരി പാസ്സാക്കണം, അങ്ങനെയൊക്കെ തോന്നിപ്പോണ ഒരു സാധനം. ഇപ്പോഴും എൻ്റെ ആദ്യത്തെ വണ്ടിയായിട്ടുള്ള ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ഞാൻ വീട്ടിൽ സൂക്ഷിച്ച് തന്നെ വെച്ചിട്ടുണ്ട്. അത് ആക്രയ്ക്ക് കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല. അതുപോലെ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം, നമ്മൾ കുഞ്ഞുനാളിലെ കണ്ടുവന്ന നമ്മുടെ സുഹൃത്തുക്കൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെടുത്ത് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്ത അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു സാധനം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അത് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. നിങ്ങൾ കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളത്. അല്ലാത്തൊരു കാണണമെന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കും. ഇപ്പോഴും ഞാൻ ഒരു പ്രാന്തനെ പോലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ നിങ്ങൾക്ക് തോന്നിക്കാണും. പടം കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ്, എൻ്റെ റിലേ കംപ്ലീറ്റ് പോയി. പടം കണ്ട് കഴിയുന്ന ആൾക്കാരുടെ റിലേ കട്ടാക്കി പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളൊരു അത്ഭുതം തന്നെയാണ് പ്രേമണ്ണ. എന്തരാ വരട്ടെ.